പ്രായം എത്രയായിന്ന് വെച്ചിട്ടാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോൾ കല്യാണക്കാരും പറഞ്ഞാൽ നിന്റെ ഈ ഒഴിഞ്ഞു മാറ്റം. മനസ്സിൽ ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പറഞ്ഞി. ഇതൊക്കെ പതിവ് പല്ലവിയായതിനാൽ കിരൺ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിവ് പോലെ ദേഷ്യത്തോടെ അവൻ കഴിച്ച പാത്രവും എടുത്ത് ശ്രീദേവി അടുക്കളയിലേക്ക് കയറി. അല്ലേലും എനിക്ക് പറയാനല്ലേ പറ്റൂ. ദേവേട്ടൻ പോയത് പിന്നെ ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടി മാത്രം. എന്നിട്ടും എൻ്റെ ഈ ഒരു ആഗ്രഹം നിനക്ക് സാധിച്ചു തരാൻ കഴിയില്ലല്ലേ? എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ. സ്വന്തം മോൻ്റെ കല്യാണം കാണണം, അവന് കുഞ്ഞുണ്ടാവുന്ന കാണണം. ഇതൊക്കെ ഞാൻ പിന്നെ ആരോട് പറയാനാ? പാത്രം കഴുകുന്നതിനിടയിലും ശ്രീദേവി ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പുറത്തെ ഉമ്മറപ്പടിയിൽ നിന്നും പല്ലവി ഏന്തി വലിഞ്ഞ് അകത്തേക്ക് നോക്കി. ചെവി കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ഹാളിലെ സോഫയിലായി കിരൺ ഇരിപ്പുണ്ട്. അവളെ കണ്ടതും അവന് വിളിച്ചു കാണിച്ചു. എൻ്റെ പൊന്ന് കീച്ചുവേട്ടാ, അമ്മ ഇത് എത്രയായിട്ട് പറയുന്നു? അമ്മയുടെ സമാധാനത്തിനൊന്ന് പോയി ആ പെണ്ണിനെ കണ്ടിട്ടെങ്കിലും വന്നൂടെ? അതും പറഞ്ഞ് അവൾ പോയി അവൻ്റെ അടുത്തിരുന്നു. രാവിലെ തന്നെ തുടങ്ങിയ നിന്റെ ഉപദേശം? കിച്ചു അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. കിച്ചു എൻ്റെ കുഞ്ഞിനി എന്ന് വരുന്നു വെച്ചിട്ടാ? കാലം എത്രയായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അവൾ വന്നാലും ഇല്ലെങ്കിലും അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. നിനക്കെല്ലാം അറിയുന്നല്ലേ പല്ലവി, എന്നിട്ട് നീയും കൂടെ. അത്രയും പറഞ്ഞവൻ നിർത്തി. കവിത വരുന്നല്ലോ. എന്ത് പറ്റിയ സ്വപ്നത്തിന്? നിർത്തി. എനിക്കറിയാനിട്ടല്ല. കിച്ചുവേട്ടന് കുഞ്ഞോടുള്ള ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ കുഞ്ഞ് ആരാണെന്നോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കാണുമ്പോൾ പേടിയാവുക. എൻ്റെ കുഞ്ഞി, അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എന്നും അവൾ മാത്രമായിരിക്കും. അപ്പോഴും ശ്രീദേവി അടുക്കളയിൽ നിന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞു തല വെറുതെ ആലോചിച്ച് പോക്കണ്ട. അമ്മ നിർത്തുന്ന ലക്ഷണം കാണുന്നില്ല. ദീപു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നടന്നിട്ട് വരാം. അതും പറഞ്ഞ് പല്ലവിയുടെ കൈയും പിടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. അവരെ കാത്ത് ദീപു പുറത്തു നിൽപ്പുണ്ട്. അല്ല, നീ എന്താ അകത്ത് വരാ ഇവിടെ തന്നെ നിന്ന്? കിരണിന്റെ ചോദ്യത്തിന് ദീപു ഒന്ന് ചിരിച്ചു. എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ വായിലിരിക്കുന്ന ബാക്കി ഞാൻ കേൾക്കാൻ. അത് മോൻ സ്വന്തമായിട്ട് അങ്ങ് കേട്ടാ മതി. ദീപു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പല്ലവിക്ക് നേരെ തിരിഞ്ഞു. എടി പല്ലവി, നീ ഇതെങ്ങോട്ടാ? പല്ലവിയുടെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് ദീപു ചോദിച്ചു. ദേ കിച്ചുവേട്ടാ, ഈ സാധനത്തിനോട് അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ടോ? ദീപുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ കിച്ചുവിനോട് പറഞ്ഞു. ഓ, രണ്ടും കൂടെ തുടങ്ങിയോ? കിച്ചു രണ്ടിനെയും കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നടന്നു. എടി പല്ലി, നീ ഹോസിന് ഫുഡ് അടിക്കാൻ ചാടിയതല്ലേ? ദീപു നടത്തത്തിനിടയിലും പല്ലവിയോട് പറഞ്ഞു. അതിന് ഞാൻ തൻ്റെ കാശിനല്ലോ, എൻ്റെ കിച്ചുവിൻ്റെ കാശിനല്ലേ കഴിക്കുന്നത്? അയ്യടാ, കഴിഞ്ഞ ദിവസം കഴിച്ച ചായയുടെയും പരിപ്പടയും കാശ് ഞാനാ കൊടുത്തേ. അവരുടെ തർക്കം വീണ്ടും നീണ്ടുപോയി. ഇതിലിടപെട്ടാൽ ശരിയാവില്ലെന്ന് അറിയുന്നുണ്ട്. കിരണൊന്നും പറഞ്ഞില്ല. അവർ മൂന്നുപേരും കൈകൾ കോർത്ത് പിടിച്ച് പാടത്തിന് നടുവിലൂടെയുള്ള ആ മണ്ണിട്ട റോഡിലൂടെ നടന്നു നീങ്ങി. മുന്നിൽ നിന്ന് വരുന്നവളെ കണ്ടതും പല്ലവി പേടിയോടെ കിരണിന്റെ പുറകിലായി ഒളിച്ചു. അവളുടെ പേടിയുടെ കാരണം മനസ്സിലായ പോലെ പുറകിൽ നിന്ന പല്ലവിയുടെ കൈവലിച്ച് തനിക്കൊപ്പം നിർത്തി കിച്ചവളുടെ തോളിലൂടെ കൈയിട്ടു. കിരൺ പുച്ഛത്തോടെ മുന്നിൽ നടക്കുന്ന അവളെ നോക്കി നടന്നു നീങ്ങി. ദീപുവിന്റെ മുഖത്ത് നിറഞ്ഞെന്ന് അതേ പുച്ഛഭാവം തന്നെ ആയിരുന്നു. കുറച്ച് മുന്നിലേക്ക് എത്തിയതും പല്ലവി വെറുതെയും തിരിഞ്ഞു നോക്കി. അപ്പോഴും തന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്നവളെ കണ്ടതും വേഗം മുന്നിലേക്ക് നോക്കി. അവിടെ പേടി അറിഞ്ഞതുപോലെ കിരൺ അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും നേരം പുലി പോലെ ചാടിയോളാ, ഇപ്പൊ ഇതാ എലി പോലെ ഒളിക്കുന്നുണ്ടില്ലേ? ദീപു വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ പല്ലവി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കയ്യിൽ കരുതിയ വസ്ത്രവും എടുത്ത് പല്ലവി കുളിക്കടവിലേക്ക് നടന്നു. കുളപ്പുര വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കയ്യിൽ കരുതിയ വസ്ത്രം സൈഡിലായി വെച്ച് കാലം നനച്ചുകൊണ്ട് അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. പല്ലവിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് അധികം ആഴത്തിലേക്ക് ഇറങ്ങാറില്ല. പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടതും പല്ലവി തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നു. തൊട്ടുമുന്നിലായി അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി അരുന്ധതി. അവൾ പേടിയോടെ ചുറ്റും നോക്കി. ഓടിക്കരക്കയറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും അരുന്ധതി അവളുടെ മുടിക്കുത്തിലായി പിടി മുറുക്കിയിരുന്നു. ബലമായി അവളെ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചതും പല്ലവി ശ്വാസം കിട്ടാതെ പിടച്ചതും അവളെ നേരെ നിർത്തി അവളുടെ കവിളിലായി കുത്തിപ്പിടിച്ച് അവളുടെ നേരേക്ക് മുഖമടുപ്പിച്ചു. അരുന്ധതിയുടെ കണ്ണിലെ ദേഷ്യം കാണുമ്പോൾ പല്ലവിയുടെ ഉള്ളിൽ പേടി വന്ന് നിറഞ്ഞു. പല്ലി അവളുടെ കയ്യിൽ കിടന്ന് കുതിറി. അരുന്ധതി! പിന്നിൽ നിന്നൊരു ശബ്ദം ഉയർന്നു കേട്ടതും അരുന്ധതി ഞെട്ടലോടെ പടവിലേക്ക് നോക്കി. മുന്നിൽ ദേഷ്യത്തോടെ വിറച്ചിൽക്കുന്ന കിരണിനെ കണ്ടതും അവളുടെ തല താഴ്ന്നു. കിരൺ ഓടി പടികളിറങ്ങി അവളുടെ കവിളിലായി ആഞ്ഞടിച്ചു. എന്നിട്ട് പേടിച്ച് വിറക്കുന്ന പല്ലവിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പാലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ, ഇവളിനി ഉപദ്രവിക്കരുതെന്ന്. നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമാ. ഇതുപോലെ ഓരോ ഭ്രാന്ത് കാണിച്ചെന്റെ പുറകെ നടന്നാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ വിചാരിക്കണ്ട. നീ കാണിക്കുന്നതിന്റെ പേര് സ്നേഹം എന്നല്ല, ഭ്രാന്ത്. ഇനി ഈ ഭ്രാന്ത് കൊണ്ട് എന്റെ പിന്നാലെ വന്നാ. അതും പറഞ്ഞ് അവളെ പുറകിലേക്ക് തള്ളി. സൈഡിലായി വീണടക്കുന്ന തോർത്തെടുത്ത് പല്ലവിയുടെ തല തൂർത്തി കൊടുത്തു.
അത് കാണുന്തോറും അരുന്ധതിയുടെ ഉള്ളിൽ വീണ്ടും പക ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവിടെ മുഖഭാവം ശ്രദ്ധിച്ച കിരൺ അരുന്ധതിക്ക് നേരെ തിരിഞ്ഞു. നിന്നെ കാണുന്ന എനിക്ക് വെറുപ്പാ. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞവൻ പല്ലവിയെ ചേർത്ത് പിടിച്ച് പടികൾ കയറി. അഗ്നിപാറും കണ്ണുകളോടെയാണ് അരുന്ധതി അത് നോക്കി നിന്ന്. കിരണിന്റെ അമ്മ ശ്രീദേവിയുടെ സഹോദരൻ ശ്രീധരൻ ആദ്യം കല്യാണം കഴിച്ചത് ആ നാട്ടിലെ തന്നെ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്ന ഭദ്രയായിരുന്നു. അതിൽ അവർക്ക് ജനിച്ച മകളാണ് അരുന്ധതി. അരുന്ധതിയുടെ ജന്മത്തോടെ തന്നെ അവളുടെ അമ്മ മരണപ്പെട്ടതിനാൽ അവളെ നോക്കിയത് ശ്രീദേവിയായിരുന്നു. ജന്മനാ സംസാരശേഷിയില്ലാത്ത അരുന്ധതിക്ക് കുഞ്ഞിലെ മുതൽ കൂട്ട് കിരണായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ശ്രീദേവിയുടെ നിർബന്ധപ്രകാരമാണ് ശ്രീധരൻ മറ്റൊരു വിവാഹം ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത ശ്യാമക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ മാത്രമായിരുന്നു. ശ്യാമയെ വിവാഹം കഴിക്കുന്നതോടൊപ്പം ആരുമില്ലാതായ ശ്യാമയുടെ സഹോദരനെ കൂടെ ശ്രീധരൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിവാഹശേഷം ശ്യാമക്ക് അരുന്ധതി സ്വന്തം മകൾ തന്നെയായിരുന്നു. அம்மா என் கண்ணை பாருங்க, நான் உங்க மேல உயிரையே வச்சிருக்கேன். എന്നാൽ ശ്യാമക്കും ശ്രീധരനും രണ്ടാമതൊരു കുട്ടി കൂടി ജനിച്ചതോടെ അരുന്ധതിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. പല്ലവിയെ ഉപദ്രവിക്കുന്ന അവൾക്കൊരു ഹരമായി മാറിയിരുന്നു. ഒരിക്കൽ പല്ലവിക്ക് പനിയായതിനാൽ അവൾക്ക് മരുന്ന് കൊടുക്കാൻ പോയതായിരുന്നു കിരൺ. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവനെ അത്രമാത്രം ഞെട്ടിച്ചിരുന്നു. ശ്യാമയുടെ സഹോദരൻ ശ്യാമിന്റെ കഴുത്തിലായി കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന അരുന്ധതി. അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ശ്യാമ ഓടിച്ചെന്ന് അരുന്ധതിയെ പിടിച്ചു മാറ്റി അവളുടെ കവിളിൽ ആഞ്ഞടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കറങ്ങി മറിഞ്ഞിരുന്നു. എന്താ ശ്യാമേട്ടാ, എന്തുണ്ടായി? ചുമച്ചുകൊണ്ട് ചുമരിലൂടെ ഊറും താഴേക്ക് വേണ ശ്യാമിനെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് കിരൺ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, അത് ഞാനൊരു തമാശ പറഞ്ഞെനിക്ക് ഇഷ്ടമായില്ല. തമാശയോ? എന്ത് തമാശ? അതൊന്നുമില്ല. പല്ലവി നിന്നെ കാണുന്നു പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ശ്യാം പറഞ്ഞു വലുതാകുമ്പോൾ പല്ലവി കിച്ചുവിനെ കൊണ്ട് കെട്ടിക്കാന്ന്. അരുന്ധതി മോൾക്ക് ഇഷ്ടമായില്ല. കിച്ചുവിന്റെ സംശയത്തിന് മറുപടി കൊടുത്ത ശ്യാമയായിരുന്നു. കിരൺ അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ തലതാഴ്ത്തി നിൽപ്പാണ്. മുഖത്തേക്ക് നോക്ക അരുന്ധതി. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടലോടെ കിരണിനെ നോക്കി. ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ? അവന്റെ ചോദ്യത്തിന് അവൾ വീണ്ടും തലതാഴ്ത്തി നിന്നു. നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കേട്ടില്ലെന്തെങ്കിലും സത്യമുണ്ടോ? അവളുടെ ഇരുതോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചും അവൾ അധികം തലയാട്ടി കാണിച്ചു. അവൻ ദേഷ്യത്തോടെ അവളെ പിടിച്ചു മാറ്റി ആ മുറി വിട്ട് ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ അരുന്ധതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കുഞ്ഞിലെ തൊട്ട് കളരി പഠിച്ചിരുന്ന അരുന്ധതിയോട് പിന്നീട് സംസാരിക്കാൻ തന്നെ പലർക്കും പേടിയായി തുടങ്ങി. അവളുടെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ പേരിലേക്കായതും അവൾ ആരെയും വകവെക്കാതെയായി. ശ്യാമിനെ ആ വീട്ടിൽ നിന്ന് അവൾ ഇറക്കി വിട്ടു. എന്നാലും ശ്യാമ ഇടയ്ക്ക് വന്ന് ശ്യാമയെയും പല്ലവിയെയും കണ്ടിട്ട് പോകും. അതിൽ പിന്നെ ശ്യാമയോടും അവൾ സംസാരിക്കാതെയായി. കിരൺ കസേരയിൽ നിന്ന് ആലോചനയോടെ കണ്ണുകൾ തുറന്നു. ഡെസ്കിന്റെ മുകളിലായിരിക്കുന്ന ഡയറിയിൽ അവൻ ആ വരികൾ കുറിച്ചു. നീ എന്നിൽ നിന്ന് എത്ര ദൂരെയാണ് കുഞ്ഞി? അവന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ ഉതിർന്ന് ആ കടലാസിലേക്ക് വീണു. രാവിലെ പല്ലവിയെ കാണാതെ അന്വേഷിച്ചു വന്നാണ് കിരൺ. റോഡിന് ഇരു സൈഡിലായിട്ടാണ് ഇരുവരുടെയും വീട്. ഉമ്മറത്തേന് ഇരിപ്പുണ്ട് പല്ലവിയും ശ്രീധരനും അരുന്ധതിയും ശ്യാമയും. അവനെ കണ്ടത് അരുന്ധതിയുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ പല്ലവിയുടെ അടുത്തായി വന്നിരുന്നു. അവളുടെ തോളിലൂടെ കൈയിട്ടു. എടി പല്ലിക്കുട്ടി, ഇന്നിനാ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. പല്ലവി അപ്പോഴും ഇടം കണ്ടിട്ട് അരുന്ധതിയെ നോക്കുകയാണ്. അരുന്ധതിയുടെ നോട്ടം കണ്ടതും പല്ലവി അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, അടയും ശർക്കരയോടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ കരുതി നാട് ചുറ്റാൻ ഇറങ്ങിയെന്ന്. രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറിയിരുന്ന് ശ്രീദേവി പറഞ്ഞു. അരുന്ധതി മോളുടെ കല്യാണക്കാര്യം വല്ലതും ആയോ ഏട്ടാ? ശ്രീദേവിയുടെ ചോദ്യം കേൾക്ക് അരുന്ധതി പ്രതീക്ഷയോടെ ശ്രീദേവിയെ നോക്കി. കുറെ ആലോചനകളൊക്കെ വരുന്നുണ്ട്, ഇവള് സമ്മതിക്കണ്ടേ? വീട്ടിൽ ഇതന്നെ അവസ്ഥ. ഇവനോട് കല്യാണക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? എന്തിന്? ആ പെണ്ണിനൊന്ന് പോയി കാണാൻ പോലും ഇവന് കഴിയില്ല. ശ്രീദേവി കല്യാണക്കാരി എടുത്തിട്ടതും കിരൺ പതിയെ പല്ലവിയുടെ കൈയും പിടിച്ച് നടക്കാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവർ തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ ഏട്ടാ? നടന്നു പോകുന്നവരെ കാണിച്ച് ശ്രീദേവി പറഞ്ഞു. എന്നാൽ ഇതൊക്കെ ഒരു അഗ്നിമഴയായിട്ടാണ് അരുന്ധതിയിൽ പതിച്ചത്. അരുന്ധതിക്ക് പല്ലവിയോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിച്ചു. അരുന്ധതി മോളുടെ കാര്യം ഒരു തീരുമാനത്തിലായിട്ട് പറയാമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ദേവി, നീ എന്താ പറഞ്ഞു വരുന്നത്? അതേട്ടാ, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ. അതുകൊണ്ട് കിരണിന് വേണ്ടി പല്ലയും മോളെ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ.
അത് മാത്രമല്ല, മോളുടെ ജാതകത്തിൽ 19 മാംഗല്യം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 35 കഴിയുമെന്നല്ലേ. അതുകൊണ്ട് കൂടുതൽ കേൾക്കാൻ ത്രാണിയില്ലാതെ അരുന്ധതി അകത്തേക്ക് കയറി. അവളുടെ കണ്ണിൽ പക ആളി കത്തിയിരുന്നു. അരുന്ധതി നിൽക്കുക എങ്ങനെയാ പല്ലവിയെ? ഒന്നാമത് അമ്മയില്ലാത്ത കുട്ടിയല്ലേ അരുന്ധതി. ശ്യാമയായിരുന്നു മറുപടി പറഞ്ഞ്. അരുന്ധതി മോൾക്കൊരു നല്ല ചെക്കനെ കണ്ടുപിടിച്ചാൽ തീരാവുന്ന കാര്യമില്ലേ ഉള്ളൂ. ബ്രോക്കർ നാണുവിനോട് പറഞ്ഞ 1000 എണ്ണത്തിന് അവൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും. ചർച്ചകളെല്ലാം ചെവിയിൽ പതിക്കുമ്പോൾ അരുന്ധതി കൈകൾ ഞെരിച്ചമർത്തി അവളുടെ ദേഷ്യം തീർത്തു. അമ്പലത്തിൽ കൊടിയേറ്റായതിനാൽ സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി. പല്ലവി ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. ഭഗവാനെ, ഒരുപാട് സ്നേഹിച്ചു പോയി, എനിക്ക് തന്നെ തന്നേക്കണേ. തൊഴുതിറങ്ങി അവൾ ചുറ്റും പരതി. കണ്ണുകൾ ആരെയോ കാണാൻ കൊതിക്കുന്ന പോലെ. കണ്ണുകൾ അവനിൽ ഉടക്കിയതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. അവനെ തന്നെ നോക്കി നടന്ന അവൾ ആരെയോ തട്ടി വീഴാൻ പോയതും അയാൾ അവളെ പിടിച്ച് നേരെ നിർത്തി. പരിചയമില്ലാത്ത 3 ചെറുപ്പക്കാർ. അയ്യോ സോറി പെങ്ങളെ, വല്ലതും പറ്റിയോ? അവിടെ തട്ടിയ ഷോളിൽ കൈകൊണ്ട് തട്ടിക്കൊടുക്കുന്ന രീതിയിൽ വഷളൻ ശിവയോട് അവൾ നോക്കിക്കൊണ്ട് അതിലൊരാൾ പറഞ്ഞു. അവരെ കൂർപ്പിച്ച് നോക്കി അനിഷ്ടത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പല്ലവി നടന്നു നീങ്ങി. മുന്നിലായി കിച്ചു പോകുന്നുണ്ടതും അവന് പുറകിലായി അവൾ നടന്നു. അമ്പലം കഴിഞ്ഞ് ഇടവഴി കയറി അവൾ നടന്നു. കിച്ചേട്ടാ, കിച്ചേട്ടാ! അവൾ ഉറക്കി വിളിച്ചെങ്കിലും ഏറെ മുന്നിലായതിനാൽ അവൻ ആ വിളി കേട്ടിരുന്നില്ല. ഒരിക്കൽ കൂടി അവൻ വിളിക്കാൻ തുനിഞ്ഞതും ഒരു കൈ വന്ന് പിന്നിൽ നിന്ന് അവിടെ വായ പൊത്തിപ്പിടിച്ചു. അവൾ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവരവളെ വലിച്ച ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കൊണ്ടുപോയി. പല്ലവി അവരുടെ കയ്യിൽ നിന്നും കുതിരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു. തന്നെ നേരത്തെ ഇടിച്ച ചെറുപ്പക്കാരാണെന്ന് കണ്ടതും അവളിൽ പേടി ഒന്നുകൂടെ വർദ്ധിച്ചു. സർവ്വശക്തിയും എടുത്ത് ഒച്ചവെക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് അതിലൊരുത്തൻ അവിടെ കവിളിൽ ആഞ്ഞടിച്ചതും അവൾ ബോധം കെട്ട അയാളുടെ കയ്യിലേക്ക് തന്നെ വീണു. ഡാ കിച്ചു! പുറകെയും ദീപുവിന്റെ വിളി കേട്ടതും കിച്ചു തിരിഞ്ഞു നോക്കി. അവളെവിടെ? പല്ലവി. അവൾ അമ്പലത്തിൽ കാണും. ഇല്ല, നീ വന്നപ്പോൾ നിന്റെ പുറകെ വരുന്ന കണ്ടുന്നാണല്ലോ അമ്മ പറഞ്ഞ്. എൻ്റെ പുറകെയോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ അവളിത് എവിടെ പോയി? എവിടെ പോവാൻ? അമ്പലത്തിൽ തന്നെ കാണും, വാ നോക്കാം. ഇല്ലടാ, ഞാൻ അവിടെ മുഴുവൻ നോക്കിയതാ. പല്ലവിയെ മാത്രമല്ല, അരുന്ധതിയെ എവിടെയെങ്കിലും കാണാനില്ല. ദീപു ഒരു ചെറിയ ടെൻഷനോടെ പറഞ്ഞതും കിരണിൻ്റെ ഉള്ളിലും പേടി വന്നു തുടങ്ങി. കിച്ചു ധൃതിയിൽ അമ്പലം ലക്ഷ്യം വെച്ച് നടന്നു. പുറകെ ദീപു. ഇടവഴി കഴിഞ്ഞ് ആളൊഴിഞ്ഞ പറമ്പിന്റെ അടുത്തെത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ദീപും കിച്ചു അങ്ങോട്ട് നോക്കി. ഇരുട്ടിൽ ആരൊക്കെയോ നിൽക്കുന്ന പോലെ തോന്നിയതും മൊബൈൽ ലൈറ്റ് അടിച്ചു നോക്കി. അരുന്ധതിയും 3 പരിചയമില്ലാത്ത ആണുങ്ങളും. കിച്ചുവും ദീപും സംശയത്തോടെ അവരെ നോക്കി. അപ്പോഴാണ് നിലത്തായി കിടക്കുന്ന പല്ലവി അവരുടെ കണ്ണിലുടക്കിയത്. ദീപു വേഗം പോയി അവളെ ചേർത്ത് പിടിച്ച് കയ്യിൽ കോരിയെടുത്തു. കിച്ചു അരുന്ധതിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. നിന്റെ കൂടെ പറപ്പല്ലടിയോള്, എങ്ങനെ കഴിയുന്നെനിക്കതൊക്കെ? ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോയിരുന്നില്ലേ? കവിളിൽ ഒന്നുകൂടെ ആഞ്ഞടിച്ച് കിച്ചു അവളെ പുറകിലേക്ക് തള്ളി. കിച്ചു, ഇവള് കണ്ണുറക്കുന്നില്ല. ദീപു വിളിച്ചു പറഞ്ഞു. കിച്ചു ഓടി പല്ലവിക്കടുത്തേക്ക് വന്നിരുന്നു. കിച്ചു, നീ പോയി വണ്ടി എടുത്തിട്ട് വാ. ദീപു തന്റെ പോക്കറ്റിൽ കിടന്ന് ചാവി എടുത്ത് കിച്ചുവിനെ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കിച്ചു വണ്ടിയെടുത്ത് കൊണ്ടുവരും മുന്നേ ദീപു പല്ലവിയെ കയ്യിൽ കോരിയെടുത്ത് റോഡ് ലക്ഷ്യം വെച്ച് ഓടിയിരുന്നു. കിച്ചു വേഗം തന്നെ വണ്ടിയെടുത്ത് വന്നു. അവർ വേഗം തന്നെ പല്ലവിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ ഒരു ട്രിപ്പ് ഇട്ടിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ശ്രീധരനോർത്ത് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ആ ഷോക്കിൽ പേടിച്ചിരുന്ന പല്ലവിയെ ഏറെ നേരം കൂടെ ഇരുന്ന് സമാധാനിപ്പിച്ചിട്ടാണ് ദീപുവും കിച്ചുവും മടങ്ങിയത്. രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് ദീപു കിച്ചുവിൻ്റെ ഒന്നിച്ചാണ് കിടന്ന്. മുറി വൃത്തിയാക്കാൻ കയറിയ ശ്രീദേവി ദീപുവിൻ്റെയും കിച്ചുവിൻ്റെയും കിടത്തം കണ്ട് തലയിൽ കൈവച്ച് പോയി. ഒരാൾ ഓടാനാണെങ്കിൽ മറ്റേയാൾ ചാടാൻ പോകുന്ന പോലെ. രണ്ടുപേരെയും നോക്കിയെന്ന് നിശ്വസിച്ച് മൂലയിൽ കൂട്ടിയിട്ട വസ്ത്രങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ടേബിളിലായി ഒരു ഡയറി ഇരിക്കുന്ന ശ്രീദേവി കാണുന്നു. ഡയറിക്ക് സൈഡിലായി വീണ് കിടക്കുന്ന ഒരു ഫോട്ടോ ശ്രീദേവി എടുത്തു നോക്കി. അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ശ്രീദേവി ഡയറി തുറന്നു നോക്കി. വേഗം തന്നെ ആ ഫോട്ടോ ഡയറിയിൽ തിരിച്ചു വെച്ച് അവർ മുറിവിട്ടിറങ്ങി. പുറത്തൊരു സംസാരം കേട്ടാണ് പല്ലവി പുറത്തേക്ക് വരുന്നത്. ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്ന ഏട്ടാ എൻ്റെ ഒരാഗ്രഹം. ശ്രീദേവിയുടെയും ശ്രീധരൻ്റെയും സംസാരമൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ വാതിൽപ്പടിയോട് ചാരി നിന്നു. പല്ലവി മോൾക്ക് 19 കഴിഞ്ഞാൽ പിന്നെ 35 കഴിയും. ഇന്നലെ പണിക്കര് പറഞ്ഞില്ലേ, അതുകൊണ്ട് അധികം വെച്ച് താമസിപ്പിക്കാതെ നടത്തുന്നല്ലേ നല്ലത്. ശ്രീദേവിയുടെ വാക്കുകൾ കേൾക്കെ പല്ലവി ഞെട്ടിപ്പോയി. കല്യാണം? എനിക്കോ? അതിശയത്തോടെയും ഞെട്ടലോടെയും പല്ലവി ചോദിക്കുമ്പോൾ ശ്രീദേവി അവൾക്കടുത്തേക്ക് നടന്ന് അവിടെ മുടിയിലും തലോടി. പേടിക്കേണ്ട, ചെക്കൻ നിന്റെ കിച്ചുവേട്ടൻ തന്നെയാ. രണ്ടിൻ്റെയും ചുറ്റിക്കളികളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പല്ലവിക്കൊന്നും മനസ്സിലായില്ല. അമ്മായി എന്തൊക്കെയാ പറയുന്നത്? കിച്ചുവേട്ടൻ എൻ്റെ? ഇനി നിന്ന് വിൽക്കൊന്നും വേണ്ട, അവരുടെ ഡയറി ഞാൻ കണ്ടു, അതിലുണ്ടായിരുന്ന എല്ലാം. അവൾ ഞെട്ടലോടെ ശ്രീദേവിയെ നോക്കി. പിന്നെ ഒട്ടും ആലോചിക്കാതെ ചെരുപ്പ് പോലിടാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി. നേരെ ചെന്ന് കിച്ചുവിൻ്റെ മുറിയിലേക്കായിരുന്നു.
അവിടെ മുഴുവൻ തപ്പി അവസാന അലമാരിൽ നിന്ന് അവൾ ആ ഡയറി തപ്പിയെടുത്തു. വിറയലോടെ അത് കയ്യിലെടുത്ത് തുറന്നു. തൻ്റെ ഫോട്ടോ കണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡയറിയുടെ ആദ്യ പേജിൽ തന്നെ എഴുതിയ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. എൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന ആ കുഞ്ഞിപ്പെണ്ണിനോടുള്ള എൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിന്നോട് എനിക്ക് പ്രണയമാണ്, എൻ്റെ ആത്മാവിൽ അലിഞ്ഞ പ്രണയം. ആ ഡയറി മുഖത്തോട് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. പല്ലവി. ആ വിളിയിൽ താഴെ നിന്ന് അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. കണ്ണുകളൊക്കെ കരഞ്ഞു വന്നിരുന്നു. നിലത്തുനിന്നും ചാടി എഴുന്നേറ്റ് അവൻ്റെ കോളറിൽ പിടിച്ച് അവൾ അലറി. എൻ്റെ സ്വന്തം ഏട്ടനാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു നടന്നിട്ട് എങ്ങനെ തോന്നി കിച്ചുവേട്ട എന്നോട് ഇങ്ങനെ ചെയ്യാൻ? അപ്പം ഇത്രയും കാലം എന്നെ ചേർത്ത് പിടിച്ച് എന്നോട് കാണിച്ചൊക്കെ എന്തായിരുന്നു? ഇതിന് നല്ലതിനെ കൊല്ലായിരുന്നില്ലേ? അവൾ കരച്ചിലോട് ഊർന്ന് താഴേക്കിരുന്നു. പല്ലവി മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. അവളെ പിടിക്കാനാഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ പുറത്തേക്ക് ഓടി. മുന്നിൽ എന്തോ തട്ടി നിന്ന് അവൾ മുഖമുയർത്തി നോക്കി. ദീപുവിനെ കണ്ടതും അവന് ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ട് ദീപു നിസ്സഹായതയോടെ കിരണിന്റെ മുഖത്തേക്ക് നോക്കി. കുളപ്പടവിലിരുന്ന് അരുന്ധതി മുഖം പൊത്തി കരഞ്ഞു. പ്രാണനായി സ്നേഹിച്ചതല്ലേ ഞാൻ, എന്നിട്ടും മനസ്സിൽ പല്ലവിയാണെന്ന്. പല്ലവി? കിച്ചുവേട്ടൻ്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരാൾ, അതെങ്ങനെ ഞാൻ സഹിക്കും? ഒരു ഭ്രാന്തിയെ പോലെ മനസ്സിൽ അവൾ അലറിക്കരഞ്ഞു. നേരം ഇരുട്ടി. മനസ്സിൽ അവൾ അലറിക്കരഞ്ഞു. നേരം ഇരുട്ടി തുടങ്ങി. കുളപ്പുര കടന്ന് ആരുടെയോ കാൽ പെരുമാറ്റം അറിഞ്ഞതും അരുന്ധതി സൈഡിലേക്ക് ഒളിഞ്ഞു നിന്നു. പല്ലവി. കുളപ്പുര കടന്ന് പടികളിറങ്ങി പോകുന്ന പല്ലവിയെ കാണും തോറും അരുന്ധതിക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. കുളപ്പുരവാതിൽ ചാരി അരുന്ധതി അവൾക്കടുത്തേക്ക് നടന്നു. പല്ലവിയെ കണ്ട് സംസാരിക്കാനായി അവളെ തിരഞ്ഞെറിഞ്ഞതായിരുന്നു കിരൺ. അടച്ചിട്ട കുളപ്പുരവാതിൽ കാണാൻ ചെറിയൊരു സംശയത്തോടെ അവനത് തുറന്നു. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന പല്ലവിയുടെ മുടിക്കുത്തിന് പിടിച്ച് കവിളിൽ ആഞ്ഞടിക്കുന്ന അരുന്ധതി. അരുന്ധതി! ദേഷ്യത്തോടെ ഇറങ്ങി വന്ന അരുന്ധതി അടിക്കാനായി കൈ ഉയർത്തിയതും അവന്റെ കൈക്കുമേലൊരു കൈ വന്ന് തടഞ്ഞു. അവൻ ഞെട്ടലോടെ പല്ലവിയെ നോക്കി. ആകെ വാടി തളർന്നിരുന്നുവെങ്കിലും കണ്ണിൽ വല്ലാത്ത തീക്ഷ്ണത ഉള്ളതുപോലെ. ഇത് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിലുള്ള കാര്യമാണ്, മറ്റാരും ഇതിൽ ഇടപെടണമെന്നില്ല. അവളുടെ വാക്കുകൾ ഒരു കാര്യം പോലെ തന്നിൽ വന്ന് പതിയുന്നവൻ അറിഞ്ഞു. പല്ലവി! അവനവൻ്റെ ഹൃദയം കീറി മുറിയുന്നതായി തോന്നി. വിളിക്കരുത് ഇനി എന്നെ അങ്ങനെ. അവൾ അവനെ മറികടന്ന് പോവാനൊരുങ്ങിയതും അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോ. ഇനി എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയാം. എൻ്റെ മനസ്സിൽ ദീപവേട്ടനാണ്. മറ്റൊരു താലിൻ്റെ കഴുത്തി വീണ ഈ പല്ലവി പിന്നെ ജീവനോട് ഉണ്ടാവില്ല. തറവാട്ടിലെല്ലാവരും കല്യാണം ഒരുക്കങ്ങൾ തുടങ്ങി വെച്ച ആൾ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതാവും നല്ലത്. കിരൺ കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിയാതെ സ്തംഭിച്ച് നിന്നുപോയി. പല്ലവിക്ക് പിന്നാലെ പോവാൻ തോന്നി അരുന്ധതി അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. ഇനി നിന്റെ നിഴൽവെട്ട് അവിടെ മേലെ വീണെന്ന് ഞാൻ അറിഞ്ഞാ ഇതുവരെ കണ്ട കിരണിനെ ആയിരിക്കില്ല നീ കാണുന്നത്. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭീഷണി പോലെ അത്രയും പറഞ്ഞ് അവളെ പിടിച്ചെള്ളി അവൻ പടികൾ കയറി. കിരൺ തറവാട്ടിലേക്ക് കയറുമ്പോൾ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. ശ്രീദേവിയും ശ്രീധരനും ശ്യാമയും കല്യാണ ചർച്ചയിലായിരുന്നു. അവൻ കണ്ണുകൊണ്ട് പല്ലവിയെ പരതി. അവിടെയൊന്നും കാണാനില്ല. മോനെ, അടുത്ത മാസം 22 നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞു. എന്താ മോന്റെ അഭിപ്രായം? ആരുടെ കല്യാണക്കാരി അമ്മ പറയുന്നു? വേറെ ആരുടെ? നിന്റെയും പല്ലവിയുടെയും? എന്റെയും പല്ലവിയുടെയോ? എനിക്ക് പല്ലവി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സ്നേഹിച്ച പല്ലവിയല്ല, അരുന്ധതിയാ. സൈഡിലായി എല്ലാം കേട്ടുന്ന അരുന്ധതി പുച്ഛത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരുന്ധതിയായിരിക്കും. അത്രയും പറഞ്ഞ് സൈഡിലായി നിന്ന് അരുന്ധതിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഇത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഇത് അവൾക്ക് വേണ്ടിയാ, എൻ്റെ പല്ലവിക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടി. പിന്നീട് കല്യാണ ഒരുക്കങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ദീപു വന്ന് പെണ്ണി ചോദിച്ചോടെ 2 വിവാഹം ഒന്നിച്ചേർത്താൻ തീരുമാനമായി. അമ്പലത്തിൽ വെച്ച് അരുന്ധതിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും കിരണിന്റെ കണ്ണുകൾ പതിഞ്ഞത് പല്ലവിയിലും ദീപുവിലുമായിരുന്നു. അരുന്ധതി പാലുമായി അകത്തേക്ക് കയറുമ്പോൾ കണ്ണിന് കുറുകെ കൈവച്ച് കിരൺ കിടപ്പുണ്ട്. വാതിൽ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ടതും അവൻ കണ്ണിന് കുറുകെയുള്ള കൈയെടുത്ത് മാറ്റി അവളെ നോക്കി. അവൾ നടന്നു വന്ന് അവനരിയിലായിരുന്നു. ഇനി നീ അവളെ ഉപദ്രവിക്കില്ലല്ലേ? നിന്റെ ആഗ്രഹം നടന്നല്ലോ, നിന്റെ വാശി നീ നേടിയെടുത്തില്ലേ? പുച്ഛത്തോടെയായിരുന്നു അവന്റെ ചോദ്യം. അവൾ അവന്റെ കൈക്ക് മുകളിലായി അവളുടെ കൈവച്ച് അവൻ സംശയഭാവത്തിൽ അവളെ നോക്കി. ഓ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലോ അല്ലേ? ഞാനത് മറന്നു. ഇനി അത് നടക്കാത്തതുകൊണ്ട് നീ ആ ദേഷ്യം അവളോട് തീർക്കണ്ട. അവൻ ബലമായി പിടിച്ചു വലിച്ച് അവളെ തന്നെ മേലേക്ക് ഇട്ടു. അവന്റെ മനസ്സിൽ ആ നിമിഷം ഓടിമറഞ്ഞത് പല്ലവിയെ കുളപ്പടയിൽ വെച്ച് കൊല്ലാൻ നോക്കിയ രംഗമായിരുന്നു. അവൻ അവിടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ അവന്റെ പല്ലുകൾ ആഴ്ത്തി.
അവൾ വേദനയോടെ ഒന്ന് മൂളി. അയ്യോ, എന്തു പറ്റിയായിരുന്നു നീ? നിനക്ക് വേദനിച്ചോ? പരിഹാസത്തോടെയായിരുന്നു അവനത് ചോദിച്ചത്. അവൾ മറുപടി പറയും മുന്നേ തന്നെ അവൻ്റെ ചുണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തിരുന്നു. അവളെ കട്ടിലേക്ക് തള്ളിയിട്ട് അവൻ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി. അവളുടെ സാരിയിൽ കൈവെക്കാൻ ഒരുങ്ങിയതും അവൾ തടഞ്ഞു. എന്താടി, വെറുതെ മൂടുകളെ നീ കൈയെടുക്ക്. അവൻ അവളുടെ മേലേക്ക് അമർന്നു. മുഖത്തും കഴുത്തിലും വയറിലുമായി അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അവൾ തടഞ്ഞില്ല. മുഖത്തും കഴുത്തിലും വയറിലുമായി തൻ്റെ പല്ലിൻ്റെ പാടുകൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവളൊരു പെണ്ണല്ലേ? അവൻ അവളിൽ നിന്ന് അകന്നു മാറി സാരി നേരിട്ട് കൊടുത്തു. അവൻ തിരിഞ്ഞിടന്നു. അവൾ അവൻ്റെ പുറത്തായി തലവെച്ച് കിടന്നു. അരുന്ധതി, മാറിക്കിടക്ക്, എനിക്കഴിയില്ല. അവളൊന്നും മിണ്ടാതെ അവൻ്റെ പുറത്തായി തലവെച്ച് കിടന്നു. സന്ധ്യയായപ്പോൾ ദീപുവിൻ്റെ കൂടെ നടക്കാനിറങ്ങിയതായിരുന്നു പല്ലവി. ആൽത്തറയിലായി കാത്തിരിക്കുന്ന കിരണിനെ കണ്ടതും പല്ലവി തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ദീപു അവളുടെ കയ്യിൽ കയറി പിടിച്ച്. നിക്ക്, അവന് പറയാനുള്ള കൂടി കേട്ടിട്ട് പോ. അപ്പോഴേ കിരൺ അവർക്കടുത്ത് എത്തിയിരുന്നു. അവൾ ദേഷ്യത്തോടെ ഇങ്ങോട്ടോ നോക്കി നിന്നു. പല്ലി, നീ എന്നും എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേടി? ഈ ഏട്ടന് നിന്നെ മറ്റൊരു രീതിയിൽ കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പല്ലവി ഞെട്ടലോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. അതടി പല്ലി, ആ ഫോട്ടോ ഉണ്ടല്ലോ, ഇവൻ്റെ കയ്യിൽ നിന്ന് വീണതായിരുന്നു. അതും എൻ്റെ ഡയറിയും കൂടെ വായിച്ചപ്പോൾ അമ്മ തെറ്റിദ്ധരിച്ചു പോയതാ. അപ്പൊ കുഞ്ഞി? പല്ലവി ഉള്ളിലെ സംശയം മറച്ചു വെച്ചില്ല. അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. വേണ്ട, ഇനി ഒരിക്കലും കുഞ്ഞി തിരിച്ചു വരണ്ട. കിച്ചുവരനെ ചേച്ചി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. അത് കേൾക്കെ കിരണിൻ്റെ മുഖം മങ്ങി. നിനക്ക് എങ്ങനെ കഴിയുന്നു പല്ലവി? നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നിന്നെ കൊല്ലാൻ നോക്കിയവരുടെ കൂടെ എന്നോട് സുഖമായിട്ട് ജീവിക്കാൻ പറയാൻ അവൾക്ക് ഭ്രാന്താ. അവൻ്റെ വാക്കുകളിൽ അത്രമേൽ ദേഷ്യം നിറഞ്ഞിരുന്നു. എന്നെ കൊല്ലാൻ നോക്കാനോ? ഏട്ടെന്തൊക്കെയായി പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്ന് കൊളപ്പടയിൽ വെച്ച് അവള്. ഇല്ല, ഏട്ടൻ മുഴുവൻ കണ്ടിട്ടില്ല. എന്നെ കൊല്ലാനല്ല, രക്ഷിക്കാനാ ശ്രമിച്ച്. അന്ന് ഏട്ടൻ്റെ കുഞ്ഞ് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഏട്ടൻ്റെ മനസ്സിലേക്ക് മറ്റൊരു സ്ഥാനമാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ കൂടെ ഭ്രാന്തി പിടിച്ച പോലെ തോന്നി. ഒരു നിമിഷത്തെ പൊട്ടത്തരത്തിന് ഞാൻ ചേച്ചിയാണ് എന്നെ മുള്ളിൽ പിടിച്ച് കരക്കടുപ്പിച്ചത്. എന്നിട്ട് ഞാൻ വീണ്ടും ചാട ഒരുങ്ങിയപ്പോഴാണ് എന്നെ അടിച്ചതും. അത്രയും പറഞ്ഞവൾ നിറഞ്ഞു കവിഞ്ഞ് അവളുടെ കണ്ണുകൾ തുടച്ചു. ഏട്ടൻ പറഞ്ഞത് ശരിയാ, ചേച്ചിക്ക് ഭ്രാന്ത. പക്ഷെ ആ ഭ്രാന്ത് ഏട്ടനോടുള്ള അടങ്ങാത്ത പ്രണയ. ആദ്യമായി അരുന്ധതിക്ക് വേണ്ടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ്റെ ബൈക്കിൽ വീട്ടിലേക്ക് ഉദിച്ചു. അവൻ മുറിയിലേക്ക് കയറുമ്പോൾ ഒന്നും അറിയാതെ അരുന്ധതി കട്ടിൽ കിടപ്പുണ്ട്. അവൻ അവൾക്കടുത്തായി വന്നു കിടന്നു. അവളുടെ കഴുത്തിലും ചുണ്ടിലുമൊക്കെ തൻ്റെ പല്ലുകൊണ്ട് തിണർത്ത് കിടപ്പുണ്ട്. അവൻ ചുണ്ടിലെ മുറിവിലായി പതിയെ തൊട്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. അവൾ കണ്ണു തുറന്നപ്പോഴൊന്നും ഞെട്ടിയെങ്കിലും അങ്ങനെ തന്നെ കിടന്നു. അരുന്ധതി, ഞാൻ ഇന്നലെ സോറി. അതിന് പുച്ഛം കലർന്നൊരു പുഞ്ചിരിയായിരുന്നു മറുപടി. അവൻ്റെ കൈയെടുത്ത് മാറ്റി അവൾ എഴുന്നേറ്റു. ഒന്ന് പ്രതികരിക്കാൻ പോലും നിൽക്കാതെ അവൾ പുറത്തേക്ക് പോയി. കിരണിനാകെ വല്ലാതെയായി. രാത്രി അവൾ മുറിയിലേക്ക് വരാനായി അവൻ അക്ഷമയോടെ കാത്തിരുന്നു. അവൾ അവനെ ശ്രദ്ധിക്കാതെ കട്ടിലിൻ്റെ ഒരു ഓരത്തായി വന്ന് കിടന്നു. അവൻ തൻ്റെ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അരുന്ധതി ചാടി എഴുന്നേറ്റു. ഇരുട്ടിൽ പേടിയോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് കിരൺ ലൈറ്റ് ഓൺ ചെയ്തു. എന്താ അരുന്ധതി, എന്തുപറ്റി? അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്താ പറ്റി? ലൈറ്റ് ഓഫ് ചെയ്യണ്ട, എനിക്ക് പേടിയാണെന്ന് അവൾ ആംഗ്യഭാഷയിൽ പറഞ്ഞു. കിരൺ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. ഇരുട്ട് അവൾക്ക് പേടിയാണെന്നത് അവന് പുതിയ അറിവായിരുന്നു. അവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അരുന്ധതി അടുത്ത് കാണുന്നില്ല. ജനലോരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. അവൻ നടന്നു വന്ന് അവളുടെ തോളിൽ കൈവച്ചതും അവൾ പേടിയോടൊന്ന് ഞെട്ടി. അരുന്ധതിയുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ കിരണിനാകെ വല്ലാതെയായി. എന്താ പറ്റിയ നിനക്ക്? നീ എന്താ ഉറങ്ങാത്തെ? അതിന് ഞാൻ ഉറങ്ങാറില്ലല്ലോ. ആംഗ്യഭാഷയിൽ അത്രയും പറഞ്ഞ് അവൾ വീണ്ടും ആ വീട്ടിലേക്ക് നോക്കി നിന്നു. അവൻ ജനലടച്ച് അവളെ കട്ടിൽ കൊണ്ടുപോയി കിടത്തി. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്ന് തുടങ്ങിയിരുന്നു. പിറ്റേന്ന് എല്ലാവരും രാവിലെ അമ്പലത്തിൽ പോയെങ്കിലും തലവേദന ആയതുകൊണ്ട് അരുന്ധതി പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീദേവി അമ്പലത്തിലാക്കി കിരൺ നേരെ വീട്ടിലേക്ക് വന്നു. മുറ്റത്ത് വണ്ടി നിർത്തി അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിൽ നിന്ന് ആരുടെ ശബ്ദം കേട്ടിരുന്നു. കിരൺ പതിയെ വാതിലേക്ക് ചെവിയോർത്തു. അരുന്ധതി, കിരൺ അവനൊരിക്കലും നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. പല്ലവി, അവൾ അവൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നേ കേൾക്ക്. നിന്നെ സ്നേഹിക്കാൻ ഞാനില്ലേ? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അതും പറഞ്ഞ് അവളെ കയറി പിടിക്കാൻ ഒരുങ്ങിയതും അവിടെ ഒരു ചവിട്ടിന് അവൻ ചുമരടിച്ച് താഴെ വീണു. അവൾ തൻ്റെ കാല് ഉയർത്തി അവൻ്റെ കഴുത്തിലായി ചവിട്ടി പിടിച്ചതും പൊടുന്നതിനെ ഡോറ് തുറന്ന് ഒന്നിച്ചായിരുന്നു. കിരൺ വേഗം ചെന്ന് അരുന്ധതിയെ പിടിച്ചു മാറ്റി. അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കിരൺ, ഇവൾക്ക് ഭ്രാന്താ. നിന്നെ കാണാമെന്ന ഞാൻ. ഒരു കാര്യമില്ലാതെയോ ഇവളെന്നെ. ഇപ്പോഴും ഇവൾക്ക് എന്നുള്ള ദേഷ്യം പോയിട്ടില്ല. കിരൺ അരുന്ധതിയെ നോക്കി. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. ശ്യാമേട്ടൻ വെറുതെ വന്നാണോ? നിന്നൊന്ന് കണ്ടിട്ട് വന്ന് എഴുതി വന്നാ. അപ്പോഴേക്ക് അമ്പലത്തിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്നു. കിരൺ ശ്യാമിനെയും കൂടി പുറത്തേക്ക് ഇറങ്ങി.
ശ്യാമിന്റെ കോലം കണ്ടതും ശ്യാമ കരച്ചിലോടെ ശ്യാമിന്റെ അടുത്തേക്ക് വന്നു. അയ്യോ അയ്യോ, ഇവനെ എന്തു പറ്റി കിച്ചു? പുറകിൽ നടന്നു വരുന്ന അരുന്ധതിയെ കണ്ടതും ശ്രീധര അരുന്ധതിക്ക് നേരെ തിരിഞ്ഞു. നീയാണോ ഇവനെ തല്ലിയത്? അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. അവളുടെ കണ്ണിൽ അത്രമാത്രം തീക്ഷ്ണത നിറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞാലെങ്കിലും നീ നന്നാവുന്ന കരുതി എനിക്കാ തെറ്റിയത്. അമ്മ ഇല്ലാത്ത കുട്ടിയില്ലേന്ന് കരുതിയാ ഇതുവരെ നീ ചെയ്തൊക്കെ ഞാൻ ക്ഷമിച്ച്. എന്തായാലും നീ ഇവനെ തല്ലിയതൊട്ടും ശരിയായില്ല. ശ്യാം അരുന്ധതിയെ നോക്കിയാണ് അത് പറഞ്ഞെങ്കിലും അതിന് മറുപടി കൊടുത്ത കിരണായിരുന്നു. ആ, അതെനിക്കും തോന്നി അമ്മായി. അതും പറഞ്ഞ് ശ്യാമിന്റെ കരണടച്ചൊന്ന് കൊടുത്തു. എന്നിട്ട് അവന്റെ വലതുകൈ അവൻ പിടിച്ച് തിരിച്ചോടിച്ചു. ശ്യാമിന്റെ കരച്ചിൽ അവിടെ മാകെ ഉയർന്നു കേട്ടു. എല്ലാവരും സ്തംഭിച്ച് നിന്നുപോയി. ആദ്യം ഓടിക്കേണ്ടത് നിന്റെ ശരീരത്തിൽ വെച്ച ഇവന്റെ കൈയായിരുന്നില്ല അരുന്ധതി. അതും പറഞ്ഞ് ശ്യാമിനെ തള്ളി പുറകിലേക്കിട്ട് അവൻ നടന്നു വന്ന അരുന്ധതിയുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. എന്റെ മനസ്സിൽ പല്ലവിയാണെന്ന് തന്നോടാരാ പറഞ്ഞു? എന്റെ മനസ്സിൽ എന്റെ ഭാര്യ അരുന്ധതി. ഇവളുടെ കഴുത്തിൽ ഈ താലി ഞാൻ കെട്ടിയത് ഇവൾക്ക് എന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ. പതിയെ ഇവളെ മാറ്റിയെടുക്കാന്നാ ഞാൻ കരുതിയത്. പക്ഷേ മാറേണ്ടത് ഞാനായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി. അരുന്ധതി ഞെട്ടലോടെ കിരണിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണിൽ നിന്നൊരു നുള്ളു കണ്ണുനീർ താഴേക്ക് ഉതിർന്നു വീണു. ഒന്നും മനസ്സിലാവാതെ നിന്ന ശ്യാമയുടെ കയ്യിലേക്ക് കിരൺ ഒരു ഡയറി വെച്ചു കൊടുത്തു. അതിലുണ്ടായിരുന്നു രാത്രി ഉറങ്ങാതെ തൻ്റെ ശരീരത്തിന് കാവലിരുന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായത. ഒന്നും ആരോടും വിളിച്ചു പറയാൻ പോലും കഴിയാതെ എല്ലാത്തിനോടും പൊരുതി അവസാനം അഹങ്കാരിയായ ഒരു പെണ്ണിന്റെ തൻ്റെ ഇടം. എല്ലാം വായിച്ചു കഴിഞ്ഞ ശ്യാമിന്റെ മുമ്പിൽ വന്ന് നിന്നു അവന്റെ കരണം പുകച്ചെന്ന് കൊടുത്തു. എങ്ങനെ തോന്നിയടാ നിനക്കെന്റെ മോളെ? അവർ കരയുകയായിരുന്നു. എന്റെ പല്ലവി അരുന്ധതി രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. അവന്റെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി ശ്യാം അരുന്ധതിയുടെ അടുത്തേക്ക് നീങ്ങി. പൊറുക്ക് മോളെ അമ്മയോട്. അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അരുന്ധതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അരുന്ധതി അവരെ ചേർത്ത് പിടിച്ച് ശ്യാമയിൽ നിന്ന് വിട്ടുമാറി അരുന്ധതി പല്ലവിക്ക് മുമ്പിൽ പോയി നിന്നു. എല്ലാവരും പല്ലവി അരുന്ധതിയെയും മാറി മാറി നോക്കി. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അത് കാണിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം നിന്നെ വെച്ചായിരുന്നു ആദ്യ ആൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞു. അതാ നിന്നോട് ഞാൻ വെറുപ്പ് കാണിച്ച്. പിന്നെ കിച്ചുവേട്ടനെ നഷ്ടപ്പെടുന്ന ഭയവും. എപ്പോഴേക്കോ കിച്ചുവേട്ടന് നിന്നോടുള്ള ഇഷ്ടം അതെന്നിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു തുടങ്ങി. അതാ ഞാൻ നിന്നോട്. ആംഗ്യഭാഷയിൽ അത്രയും പറഞ്ഞ് മുഖം പൊത്തിക്കറിയാൻ തൻ്റെ ചേച്ചിയെ കണ്ടപ്പോൾ പല്ലവിയുടെ സകല നിയന്ത്രണവും വിട്ടിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കിരൺ അവർക്കടുത്തേക്ക് നടന്നു വന്ന് പല്ലവിയുടെ തോളിലൂടെ കൈയിട്ടു. അന്ന് ഉത്സവത്തിന് കിച്ചുവേട്ടൻ്റെ പുറകിൽ പല്ലവി വരുന്ന കണ്ടുകൊണ്ടാണ് ഇവളുടെ പുറകെ ഞാനും പോയത്. പക്ഷെ പെട്ടെന്ന് പല്ലവി അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടെ പോയത്. അല്ലാതെ കിച്ചുവേട്ടൻ കരുതിയ പോലെ ഞാൻ ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയതല്ല. അന്ന് എന്നെ അവർക്ക് മുമ്പിലിട്ട് നിങ്ങൾ പോയപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. അരുന്ധതി വീണ്ടും മുഖം പൊത്തി പൊട്ടിക്കറഞ്ഞു. ആംഗ്യഭാഷയിൽ ഓരോന്ന് പറയാൻ ശ്രമിക്കുന്ന അരുന്ധതിയെ കാണാൻ എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞു. ദീപുവിനും കിച്ചുവിനും അന്നത്തെ ദിവസം ഓർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നി. ദീപു അരുന്ധതിയെ കെട്ടിപ്പിടിച്ചു. പറ്റിപ്പോയി, ക്ഷമിക്കടാ. ദീപു അവിടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചുവിന് അവളോട് ക്ഷമ ചോദിക്കാൻ പോയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് രാത്രി അരുന്ധതി മുറിയിൽ വരുമ്പോൾ കിച്ചുവിന് വല്ലാത്ത കുറ്റബോധമായിരുന്നു. അരുന്ധതി കൂടുതലൊന്നും സംസാരിക്കാതെ പതിവ് പോലെ ബെഡിലൊരു ഓരത്തായി വന്ന് കിടന്നു. അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിക്കിടന്ന് ചെവിയോരത്തായി ചുണ്ടടുപ്പിച്ചു. അരുന്ധതി, ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തെന്ന് എനിക്കറിയാം. എന്നാലും പുറത്തൂടെ എന്നോട്. അവളിൽ നിന്നൊരു പ്രതികരണമില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും വിളിച്ചു. അരുന്ധതി. അവളുടെ ശരീരം വിറക്കുന്നില്ലെന്ന് അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. അരുന്ധതി, അരുന്ധതി. പലവട്ടം അവൻ വിളിച്ചെങ്കിൽ അവൾ പ്രതികരിച്ചില്ല. ഇടുപ്പിലൂടെ ചുറ്റി വരിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് അവൻ വീണ്ടും വിളിച്ചു. കുഞ്ഞി. ആ വിളിയോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവിടെ കാതോരം പതിഞ്ഞിരുന്നു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷോൾഡർ നനയിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവളെ അവൻ കുഞ്ഞിയെന്ന് വിളിക്കുന്നത്. അവനെ എത്ര ആഞ്ഞു പുണർന്നിട്ടും മതിയാവാത്ത പോലെ തോന്നി അവൾക്ക്. അവളെ അടർത്തി മാറ്റി ആ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. സോറി. അതോടൊപ്പം അവൻ്റെ ചുണ്ട് അവിടെ നെറ്റിയിൽ അമർന്നിരുന്നു. അവൻ കൈ എത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അവൾ പേടിയോടെ അവനെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ. അവൻ ആ ഇരുട്ടിലും തിളങ്ങിക്കാണുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളുടെ കണ്ണിലേക്ക് നോക്കും തോറും അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. അവൻ അവളെ തിരിച്ചു കിടത്തി. അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അത് മൂക്കിൻ തുമ്പ് വഴി അതരത്തിലെത്തി നിന്നു. കഴുത്തിലും വയറിലും അവൻ്റെ പല്ലുകൾ പതിഞ്ഞ സ്ഥലത്ത് അവൻ്റെ ചുംബനം ഓടി നടന്നു. അവളിൽ നിറഞ്ഞു നിന്ന പേടി അവൻ അവൻ്റെ ചുംബനം കൊണ്ട് ഇല്ലാതെയാക്കി. കുഞ്ഞി.
നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ടാവും വിളിച്ചു. അവന്റെ നഗ്നമായ നെഞ്ചിൽ മുഖമുരസി അവളെ മൂളി. ഐ ലവ് യു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം. അവൻ വീണ്ടും അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. രാവിലെ പല്ലവി അമ്പലത്തിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ പുറത്തായി ദീപുവിനോട് സംസാരിച്ച് കിരൺ ഉണ്ടായിരുന്നു. പല്ലവി ഓടിപ്പോയി കിരണിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാണ് അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. എന്നാൽ അരുന്ധതിയിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. കിരൺ പല്ലവിയുടെ ചെവിയിലായി സ്വകാര്യം പോലെ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് തിരിച്ചു വന്നു. പല്ലവി ഞെട്ടലോടെ കിരണിന്റെ മുഖത്ത് നോക്കിയപ്പോഴേക്കും കിരൺ ഒരു കൈയാൽ അരുന്ധതിയെ ചേർത്ത് പിടിച്ചിരുന്നു. അപ്പൊ ചേച്ചിയാണ് കുഞ്ഞി? കിരൺ അതേന്ന് തലയാട്ടി കാണിച്ചു. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന എൻ്റെ പ്രണയം, എൻ്റെ കുഞ്ഞി. പക്ഷേ എപ്പോഴോ ഇവളിൽ വന്ന മാറ്റം, അതിൽ എൻ്റെ കുഞ്ഞി എനിക്ക് നഷ്ടമായി തുടങ്ങി. അന്നു മുതൽ ഞാൻ ഇവളെ വെറുത്തു തുടങ്ങി. അരുന്ധതിയും കുഞ്ഞി രണ്ട് വ്യക്തികൾ തന്നെയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞിയെയും അരുന്ധതിയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഇവളിലെ കുഞ്ഞിയേക്കാൾ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് ഇവളിലെ അഹങ്കാരിയായ അരുന്ധതിയെയാണ്. എല്ലാത്തിനോടും പൊരുതി നിന്ന തൻ്റെ ഇടിയായ അരുന്ധതിയെ. പല്ലവി സന്തോഷത്തോടെ അരുന്ധതിയുടെ കവിളിൽ ചുണ്ടമർത്തി. ഒരു വേള അരുന്ധതിയുടെ കണ്ണും നിറഞ്ഞു. അവൾ വാത്സല്യത്തോടെ പല്ലവിയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. കിരൺ അരുന്ധതിയുടെ കൈ പിടിച്ച് അമ്പലത്തിന്റെ പടികൾ കയറുമ്പോൾ പല്ലവി ദീപുവിന്റെ തോളിലായി ചാഞ്ഞു. ഊരു ചുറ്റാൻ ഒരാളും കൂടെ ആയി അല്ലേ വല്ലി? ദീപു പറഞ്ഞേന്ന് രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു.